ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താജയം, യേശുവിൻ്റെ രക്തത്താജയം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവനാമ മഹത്വം എടുക്കട്ടെ. കൃപയപ്പാ, കൃപ കൃപ കൃപ. യേശുവിൻ്റെ രക്തത്താജയം, യേശുവിൻ്റെ രക്തത്താജയം, യേശുവിൻ്റെ രക്തത്താജയം, യേശുവിൻ്റെ രക്തത്താജയം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സംഭവകുലമായൊരു പകൽക്കാലം നമ്മെ വിട്ട് കടന്നുപോയി. ഈ സന്ധ്യാസമയത്ത് ദൈവപാദപീഠത്തിൽ നമുക്ക് കടന്നു വരുവാൻ, ഒരുമിച്ച് ദൈവനാമത്തെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ റോസ് ഫാമിലിയിൽ കടന്നു വരുവാൻ, വിശേഷാൽ ഈ ഓൺലൈൻ കൺവെൻഷനിൽ ദൈവത്തിൻ്റെ ഭാഗമായി നിൽക്കുവാൻ, ദൈവവചനം സംസാരിപ്പാൻ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഇപ്രകാരം അവസരം ഒരുക്കി തന്ന കർത്തൃദാസിയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇന്നത്തെ ഈ രാത്രികാലം വലിയൊരു ദൈവപ്രവൃത്തി കാരണമായി തീരുവാൻ, വലിയൊരു വിടുതലിന് കാരണമായി തീരുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. നാം കേൾക്കുന്ന ദൈവവചനം, നാം കേൾക്കുന്ന ദൈവശബ്ദം, ഹല്ലേലൂയ, നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ, നമ്മെ വ്യത്യാസപ്പെടുത്തുവാനായിട്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, മനോഹരമായ ഹല്ലേലൂയ നല്ല സന്ധ്യായാമത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, സന്ധ്യയുടെ യാമത്തിൽ അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ, അങ്ങ് ഹൃദ്യമായി ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായത്തുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ വചനമാണല്ലോ. ആ വചനം ഹല്ലേലൂയ അത് ചൊല്ലേണ്ടിടത്ത് ചൊല്ലണം, അത് ഹല്ലേലൂയ പ്രവർത്തിക്കേണ്ടിടത്ത് പ്രവർത്തിക്കണം. വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്തൃദാസിക്കായി, കുടുംബത്തിനായി കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നിന്റെ സാന്നിധ്യത്തിന്മറയിൽ മറച്ചുകൊള്ളുമാറാകണം. ഈ പേജിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ പേജിലൂടെ ചെയ്യുന്ന ശുശ്രൂഷകൾ അനേകരുടെ ജീവിതത്തിൽ വിടുതലിന് കാരണമായി തീരണം. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവവചനം അനേകർക്ക് വിടുതലിന് കാരണമായി തീരുവാൻ കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും മുറ്റുമായി സമർപ്പിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, മുഴു മഹത്വം അങ്ങയ്ക്കുള്ളതാണ് കർത്താവേ. എല്ലാ നിയന്ത്രണവും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. തടസ്സങ്ങളെ മാറ്റണം. നെറ്റ്വർക്കോ ഒന്നിനും ലൈറ്റിനോ ഒരു തടസ്സവും ഉണ്ടാകുവാൻ ഇടയാകുന്ന ഈ ശുശ്രൂഷയുടെ തുടക്കം മുതൽ അവസാനം വരെയും സാന്നിധ്യത്തിന്മറയിൽ മറയ്ക്കണം. പ്രാർത്ഥനയിട്ടിരിക്കാതെ സ്തുതിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം ഓൺലൈൻ കൺവെൻഷനിൽ 19ാമത്തെ ഓൺലൈൻ കൺവെൻഷനിൽ ദൈവപാദപീഠത്തിൽ നമുക്കായിരിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ 2ാമത്തെ രാത്രികാലം ദൈവപാദപീഠത്തിലായിരിക്കാൻ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ആഴ്ചയൊക്കെയും നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഹല്ലേലൂയ, യേശു കർത്താവിൻ്റെ കാൽവരി മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഹല്ലേലൂയ ആഴ്ചകളും ദിവസങ്ങളുമാണ് ഈ ദിവസങ്ങൾ. ഹല്ലേലൂയ. അപ്രകാരം നമുക്കും ഹല്ലേലൂയ ഈ പേജിലൂടെ, ഈ റോസ് ഫാമിലി പേജിലൂടെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കാൽവരി യേശു കർത്താവ് നമുക്കായി ഹല്ലേലൂയ യാഗമായി തീർന്ന ആ യാഗത്തെ ഹല്ലേലൂയ ഓർക്കുവാൻ, കാൽവരി മരണത്തെ ഓർക്കുവാൻ നാം ഇന്ന് എപ്രകാരമായിരിക്കുന്നു, ഹല്ലേലൂയ എന്തിനാണ് എന്നുള്ളത് ഓർക്കുവാൻ നമ്മെയും പ്രാപ്തരാക്കിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഹല്ലേലൂയ ഹല്ലേലൂയ മരിച്ചവനല്ല, മരിച്ച് ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാൽ നിറച്ചുകൊണ്ട് ഹല്ലേലൂയ ഓരോ ദിവസവും വഴി നടത്തുന്ന കർത്താവാകിയാൽ നമുക്ക് നന്ദി കരയേറ്റാം. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ലോക ഹല്ലേലൂയ ക്രൈസ്തവർ ഹല്ലേലൂയ ദുഃഖാചരണം ആചരിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്കായി ജീവനെ തന്ന ഹല്ലേലൂയ, നമുക്കായി പുനരുത്ഥാനത്തിലൂടെ ഹല്ലേലൂയ ആ ശക്തിയാൽ നമ്മെ നിറച്ച ആ കർത്താവിൻ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നാം സന്തോഷിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ.
ഹല്ലേലൂയ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരുമെന്ന് കർത്താവ് ഹല്ലേലൂയ അരുളി ചെയ്തുവെങ്കിൽ ഹല്ലേലൂയ ഇന്ന് ദുഃഖിക്കേണ്ടവരല്ല നമുക്കായിട്ട് കാൽവറിയിൽ ഹല്ലേലൂയ തൻ്റെ ജീവനെ അർപ്പിച്ചുവെങ്കിൽ അത് നമ്മുടെ ഹല്ലേലൂയ സമാധാനത്തിനാണ്, നമ്മുടെ സന്തോഷത്തിനാണ്. ഹല്ലേലൂയ നമ്മെ നിത്യജീവന് അവകാശികളാക്കി തീർക്കുന്നതിനാൽ നമുക്ക് നന്ദി കരേറ്റാം. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യർക്ക് ചെയ്യുവാൻ കഴിയാത്ത കാര്യമാണ് ഹല്ലേലൂയ കർത്താവ് യേശു കർത്താവ് നമുക്കായി കാൽവറിയിൽ ചെയ്തത്. ഹല്ലേലൂയ ഹല്ലേലൂയ കാര്യത്തെ ഓർത്താൽ, നമുക്കായി ചെയ്ത ഉപകാരത്തെ ഓർത്താൽ എങ്ങനെ നന്ദി കരേറ്റാതെ ഇരിക്കും പ്രിയമുള്ളവരെ? ഹല്ലേലൂയ ഒന്ന് നന്ദി കരേറ്റിയാട്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്കായി യാഗമായി തീർന്ന് നമുക്കായി ജീവനെ അർപ്പിച്ച് ഹല്ലേലൂയ ഇന്ന് നാം ആരോഗ്യത്തോടെ, ബലത്തോടെ, സൗഖ്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ആയിരിക്കത്തക്ക നിലയിൽ എല്ലാം നമുക്കായി പൂർത്തീകരിച്ച് ആ കർത്താവിനെ ഓർത്താൽ എങ്ങനെ നന്ദി കരേറ്റാതെ ഇരിക്കുവാൻ കഴിയും? സ്തോത്രം. ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിലായിരിക്കാം. എന്നോട് സംസാരിക്കണമേ എന്നുള്ള ആ ഹല്ലേലൂയ വാഞ്ചയോടെ ദൈവപാദപീഠത്തിലായിരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവം സംസാരിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഒരു ദൈവിക വിടുതൽ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇന്നത് രാത്രികാലം വിടുതലിന്റെ രാത്രികാലമായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യ ശബ്ദത്തെക്കാൾ ഉപരിയായി ഹല്ലേലൂയ നാം ദൈവ ശബ്ദം താൽ നിറയ്ക്കുവാൻ കഴിവുള്ള കർത്താവിന്റെ പാദപീഠത്തിലാണ് നാം ആയിരിക്കുന്നത്. സ്തോത്രം. ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറാകുമോ? നമ്മുടെ കുറവുകളെ, നമ്മുടെ ബലഹീനതകളെ ഒന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ ശുദ്ധീകരണത്തോടെ ദൈവപാദപീഠത്തിലായിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ തീർച്ചയായും ദൈവിക സ്പർശനം ഉണ്ടാകുക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരു വചനം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യം. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ ഹല്ലേലൂയ അവസാന വാചകമാണ് നിവർത്തിയായി. സ്തോത്രം. ഹല്ലേലൂയ. തൻ്റെ ഹല്ലേലൂയ ജീവനെ നമുക്കായി 2 കള്ളന്മാരുടെ മധ്യത്തിൽ കാൽവറി ക്രൂശിൽ 3 ആണികളാൽ തറയ്ക്കപ്പെട്ടവനായി ആ ക്രൂശിൽ കിടക്കുമ്പോൾ ഹല്ലേലൂയ ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഹല്ലേലൂയ ക്രൂശിൽ ഹല്ലേലൂയ കിടക്കുമ്പോൾ അവസാനമായി പറയുകയാണ് സകലതും നിവർത്തിയായി. ഈ യോഹന്നാനെ കുറിച്ച് നാം പഠിക്കുകയാണെങ്കിൽ യോഹന്നാൻ യേശുവിൻ്റെ മാർവോട് ചേർന്നിരുന്ന ശിഷ്യൻ, ആ എല്ലാവരേക്കാൾ ഉപരിയായി യേശു കർത്താവിനെ സ്നേഹിച്ച ശിഷ്യൻ, എല്ലാവരേക്കാൾ ഉപരിയായി യേശുവിനെ നന്നായി രുചിച്ചറിഞ്ഞ യോഹന്നാൻ ഹല്ലേലൂയ എഴുതുകയാണ്. യേശു കർത്താവ് ഹല്ലേലൂയ പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഹല്ലേലൂയ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. തൻ്റെ പ്രാണൻ വിടുന്നതിന് മുൻപിട്ട് താൻ എന്തെല്ലാം ചെയ്തുവോ അതിനെ ഓർത്തുകൊണ്ട് പറയുകയാണ്, ഇനി ഒന്നും ചെയ്യുവാനില്ല. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്, മാനവജാതിക്ക് വേണ്ടിയിട്ട്, എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എനിക്കൊന്നും ചെയ്യുവാനില്ല. എല്ലാം ഞാൻ ചെയ്തു തീർത്തു. ബാക്കിയായിട്ട് ഒന്നുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ബാക്കി വെച്ചിട്ട് ഒന്നും അല്ല നമ്മുടെ കർത്താവ് പോയത്. എല്ലാം നിവർത്തിയായതിന് ശേഷമാണ് തൻ്റെ പ്രാണനെ ഹല്ലേലൂയ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചത്. ആർക്ക് വേണ്ടിയിട്ടാണ് പ്രിയമുള്ളവരെ? സകലതും നിവർത്തീകരിച്ചത് നാം ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ മുഖാന്തരം എഴുതിയ പ്രവാചകന്മാർ മുഖാന്തരം പ്രവചിച്ച ആ അരുളപ്പാടുകളെ യേശു കർത്താവ് ഹല്ലേലൂയ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു, ഈ ലോകത്തിൽ ജീവിച്ച് അവസാനം ഈ ലോകത്തിൽ തൻ്റെ ഹല്ലേലൂയ ജീവിതം പൂർത്തിയാക്കി താൻ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ നിവർത്തിയായി എന്ന് പറയുവാനിടയായി തീർന്നു.
സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 53-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, അവൻ നിന്ദിതനായിരുന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് നിന്ദിതനായിരുന്നു. ആർക്ക് വേണ്ടിയിട്ട്? ഹല്ലേലൂയ. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് യേശു കർത്താവ് നിന്ദിതനായി തീർന്നു. എന്തിനെ? നാം നിന്ദിക്കപ്പെടാതെ ഇരിക്കുവാൻ. യേശു കർത്താവിലൂടെ നമുക്കൊരു മാന്യത ഉണ്ടാകുവാൻ, ഹല്ലേലൂയ, നമ്മെ ഹല്ലേലൂയ മാന്യരാക്കി തീർക്കുവാൻ നമ്മുടെ നന്മകളെ യേശു കർത്താവ് താൻ ഏറ്റെടുത്തു. സ്തോത്രം. അതുകൊണ്ടാണ് പ്രവാചകൻ വർഷങ്ങൾക്ക് മുൻപിട്ട് എഴുതിയത്, യേശു കർത്താവ് നിന്ദിതനായി തീർന്നുവെന്നേ. അതിന്റെ 4-ാം വാക്യത്തിൽ 53-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ വെറുതെയല്ല നമുക്ക് വേണ്ടിയിട്ട് യാഗമായി തീർന്നത്. ഹല്ലേലൂയ. നമ്മുടെ രോഗങ്ങളെ യേശു കർത്താവ് വഹിച്ചുകൊണ്ടാണ്. സ്തോത്രം. യേശു കർത്താവ് വഹിച്ചുകൊണ്ടാണ് ഹല്ലേലൂയ കാൽവരി ക്രൂശിൽ യാഗമായത്. സ്തോത്രം. നാം രോഗിയായിരിക്കുവാനല്ല, യേശുവിനെ വഹിക്കുന്ന ശരീരം, ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ നിറഞ്ഞിരിക്കുന്ന ശരീരം രോഗം വഹിക്കുന്ന ശരീരമായി തീരുവാനല്ല, രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചുകൊണ്ട് സൗഖ്യമുള്ള ആരോഗ്യമുള്ള ശരീരമായി നാം ജീവിക്കേണ്ടതിന് യേശു കർത്താവ് നമ്മുടെ രോഗങ്ങളെ വഹിച്ചു. സ്തോത്രം. രോഗികളായി കേൾക്കുന്നുവെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, യേശു കർത്താവ് നമ്മുടെ രോഗങ്ങളെ വഹിച്ചുവെങ്കിൽ, നിങ്ങൾ രോഗികളായി തീരുവാനിടയാകാതെ വിടുതലുകളെ പ്രാപിക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുക മാത്രം ചെയ്യുക. എങ്കിലേ ഹല്ലേലൂയ വിശ്വസിക്കുന്നവരുടെ മേലാണ് ഹല്ലേലൂയ സൗഖ്യങ്ങൾ വ്യാപരിക്കുന്നത്. വിശ്വസിക്കുന്നവരുടെ മേലാണ് നന്മകൾ ഉണ്ടാകുന്നത്. വിശ്വസിക്കുന്നവരുടെ മേലാണ് അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. അപ്രകാരമെങ്കിൽ ഇന്ന് ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നുവെങ്കിൽ, യേശു കർത്താവ് നിവർത്തിയായി എന്ന് പറഞ്ഞത് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലും നിവർത്തിയാകുവാൻ നാം വിശ്വസിക്കുക മാത്രം ചെയ്യണം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു. നമ്മുടെ രോഗങ്ങളെ വഹിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. നാം ഓരോരുത്തരുടെ രോഗങ്ങളെ വഹിച്ചു. നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം വേദനപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അതിനെ ചുമന്നു. ഹല്ലേലൂയ. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. യേശു കർത്താവ് എങ്ങനെയാണ് ആയത്? നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും. ഹല്ലേലൂയ. യേശു കർത്താവ് മുറിവേറ്റത് എന്തിനെ? യേശു കർത്താവിന്റെ തലയിൽ ഹല്ലേലൂയ മുൾക്കിരീടം അടിച്ചു അടിച്ചു കയറ്റുമ്പോൾ ഹല്ലേലൂയ കണ്ണെല്ലാം പുറത്തോട്ട് തള്ളുകയും രക്തം വാർന്നൊഴുക്കുകയും ചെയ്തു. എന്തിനു വേണ്ടി മുറിവേറ്റു? നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ അതിക്രമങ്ങളിൽ നിന്ന് വിടുതലിന് വേണ്ടിയിട്ട് യേശു കർത്താവ് മുറിവേറ്റു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. ഇനി നമ്മൾ അതിക്രമത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് യേശു കർത്താവ് മുറിവേറ്റു. യേശു കർത്താവ് തകർന്നത് നമ്മുടെ അകൃത്യങ്ങളിൽ നിന്ന് വിടുവിക്കുവാനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആർക്കും ലഭിക്കാത്ത ഭാഗ്യപദവി നമുക്ക് ഓരോരുത്തർക്കും തന്ന് ഈ ലോകത്തിൽ നിന്ദിതരായി തീർത്തുകൊണ്ട് ഹല്ലേലൂയ നമ്മെ ഒരു വേസ്റ്റ് മെറ്റീരിയലായി ഉപയോഗിക്കുവാൻ ശത്രു ആഗ്രഹിക്കുമ്പോൾ, അവിടെ നിന്ന് ഹല്ലേലൂയ നമ്മെ ഒരു മാന്യതയുള്ള പാത്രമാക്കി ഹല്ലേലൂയ ഒരു ശോഭയുള്ള ഒരു തിളങ്ങുന്ന മുത്താക്കി തീർത്തുകൊണ്ട് മുന്നോട്ട് നയിക്കുവാൻ യേശു കർത്താവ് നമുക്ക് വേണ്ടി അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നാം വിശ്വസിക്കുവാൻ തയ്യാറാകണം. നമുക്ക് വേണ്ടിയിട്ടാണ് യേശു കർത്താവ് ഇപ്രകാരമുള്ള ഹല്ലേലൂയ ശിക്ഷ ഏറ്റെടുത്തത്. നമ്മുടെ സമാധാനത്തിനായിട്ട് ഹല്ലേലൂയ സമാധാനത്തിനായി എന്താണ് ശിക്ഷ അവൻ്റെ മേലായി. നമ്മുടെ സമാധാനത്തിനായുള്ള നാം ഇന്ന് സന്തോഷത്തോടെ സൗഖ്യത്തോടെ ഇരിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ ആനന്ദത്തോടെ ഇരിക്കുന്നുവെങ്കിൽ, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശു കർത്താവ് ഏറ്റെടുത്തു. അതുകൊണ്ടാണ് ഹല്ലേലൂയ യോഹന്നാൻ പറയുന്നത്, നിവർത്തിയായി, ഹല്ലേലൂയ നിവർത്തിയായി, ഞാൻ എല്ലാം ചെയ്തു വച്ചിരിക്കുന്നു. എന്നേലൊന്ന് വിശ്വസിക്കുന്നവർക്ക്
അത് സൗജന്യമായി ലഭിക്കുന്നു. ഹല്ലേലൂയ, നിവർത്തിയായിരിക്കുന്നു. അതൊന്ന് വിശ്വസിച്ച് ഏറ്റെടുത്താൽ മാത്രം മതി. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർ തയ്യാറാകുക വിശ്വസിച്ച് ഏറ്റെടുക്കുവാനായിട്ട്? ഹല്ലേലൂയ. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് അടിപ്പിണരേറ്റത് നമ്മുടെ സൗഖ്യത്തിനാണ്. സ്തോത്രം. ഹല്ലേലൂയ. അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. ആ വർഷങ്ങൾക്ക് മുൻപിട്ട് എഴുതിയ ഈ പ്രവചനം നിറവേറുന്നത് കാൽവരി ക്രൂശിലാണ്. സ്തോത്രം. ഹല്ലേലൂയ. രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ ഹല്ലേലൂയ മൂന്നാണികളാൽ തകർക്കപ്പെട്ടവനായി ഹല്ലേലൂയ ആ കുരിശിൽ കിടക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ശാപത്തിന് വേണ്ടിയിട്ട് യേശു കർത്താവ് ശ്രാപിതനായി. ഹല്ലേലൂയ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, മരത്തിന്മേൽ തൂങ്ങുന്നവനല്ല ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. അന്നത്തെ കാലത്തെ ഹല്ലേലൂയ മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എഴുതിയപ്പോൾ ഹല്ലേലൂയ ഇനി ആരും ആ ശാപം ഏറ്റെടുക്കരുത്. ഹല്ലേലൂയ. ഇനി ഒരു വ്യക്തി പോലും മരത്തിന്മേൽ തൂങ്ങി ശാപത്തിന് അധീനനായി തീരരുത്. അതുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് വേണ്ടിയിട്ട് യേശു കർത്താവ് ശാപമായി തീർന്നു. ഹല്ലേലൂയ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്ക് വാങ്ങിയിരിക്കുന്നു. സ്തോത്രം. ഇന്നാരെങ്കിലും എൻ്റെ ജീവിതം ശപിക്കപ്പെട്ടതാണ്, ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥവുമില്ല, ഹല്ലേലൂയ എൻ്റെ ജീവിതം ഇങ്ങനെ നശിച്ചു പോകുന്ന ജീവിതമാണ് എന്ന് തന്നെ നോക്കി ശപിക്കുന്നുവെങ്കിൽ നിർത്തുക. നമുക്ക് വേണ്ടി ശാപമായി യേശു കർത്താവ് തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ശാപത്തെ യേശു കർത്താവ് ഏറ്റെടുത്തുകൊണ്ട് ഹല്ലേലൂയ നമ്മെ ശാപമുക്തരാക്കി തീർത്തു. ഹല്ലേലൂയ. നാം ശപിക്കപ്പെട്ടവരല്ല പ്രിയമുള്ളവരെ, ഹല്ലേലൂയ നാം അനുഗ്രഹിക്കപ്പെട്ടവരാക്കി തീർത്തു. സ്തോത്രം. നാം വിശ്വസിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ഹല്ലേലൂയ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ശാപമായി തീർന്നു. ഹല്ലേലൂയ. എന്തിന് ശാപമായി തീർന്നു? നമ്മെ ശാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഏതെങ്കിലും ശാപത്തിന്റെ ബന്ധനങ്ങൾ അകപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ആ ബന്ധനത്തെ പൊട്ടിച്ച് ഇന്ന് നാം സ്വതന്ത്രരായി തീരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ സ്വതന്ത്രരായി നാം മുന്നേറുന്നുവെങ്കിൽ ഹല്ലേലൂയ ആ ദൈവത്താലുള്ള അനുഗ്രഹത്തെ പ്രാപിക്കുവാൻ നമുക്കിടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ റോമർക്ക് എഴുതിയ ലേഖനം ഹല്ലേലൂയത്തിൽ പറയുന്നത് 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നമ്മളിൽ വസിക്കുന്നത് ആരാണ്? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ്, അതായത് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. ഹല്ലേലൂയ. എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നു. തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ മർത്യ ശരീരങ്ങൾ മരിച്ചിരിക്കുന്നു എന്ന് നാം വിധി എഴുതിയത് ഇനി ഹല്ലേലൂയ പ്രയോജനമില്ല, ഇനി മുൻപോട്ട് നടക്കത്തില്ല, ചലനമറ്റത് എന്ന് വിധി എഴുതിയെടുത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ ജീവിപ്പിക്കുവാൻ കഴിയുന്ന കർത്താവാണ് നമ്മുടെ ദൈവം. സ്തോത്രം. എന്നേക്കും മരിച്ചു പോയ കർത്താവിനെ അല്ല നാം സേവിക്കുന്നത്. മരണത്തിന്റെ പാശങ്ങളെ ഹല്ലേലൂയ അഴിച്ചുകൊണ്ട് ഹല്ലേലൂയ പാതാള ഗോപുരങ്ങളെ തകർത്തുകൊണ്ട് ഹല്ലേലൂയ ഇന്ന് നമുക്ക് വേണ്ടി പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്ന് ഹല്ലേലൂയ അഭയയാചന കഴിക്കുന്ന ഹല്ലേലൂയ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ആ കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. വിശ്വസിക്കുവാൻ തയ്യാറാകുമോ? സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുവാൻ കഴിവുള്ളവനാണ് ഹല്ലേലൂയ നാം സേവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം ഹല്ലേലൂയ കഴിയാത്ത ദൈവമല്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം ചെവി മന്ദമായിട്ടില്ല. പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം കൈ കുറുതായിട്ടില്ല. പ്രവർത്തിക്കുന്ന ദൈവം. വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഇന്നും പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. സ്തോത്രം.
ഹല്ലേലൂയ. എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നത്, ഹല്ലേലൂയ, എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നത് 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ. സ്തോത്രം. ഹല്ലേലൂയ. നാം, ഹല്ലേലൂയ, യേശു കർത്താവ്, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി കാൽവറിയിൽ അവസാനത്തുള്ളി രക്തം വരെയും ഊറ്റിത്തന്ന് കാൽവറിയിൽ യാഗമായി തീർന്നത് നാം രക്ഷിക്കപ്പെടുവാനാണ്. ഹല്ലേലൂയ. നാം യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നേറുവാനാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഏതിൽ നിന്നെല്ലാം? പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, അതിക്രമങ്ങളിൽ നിന്ന്, ഹല്ലേലൂയ, അകൃത്യങ്ങളിൽ നിന്ന് നാം വിടുതൽ പ്രാപിച്ചിരിക്കുന്നത്, രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൃപയാലാണ്. സ്തോത്രം. ഹല്ലേലൂയ. കൃപയാലല്ലോ. ഹല്ലേലൂയ. എങ്ങനെ? വിശ്വാസം മൂലം. ഹല്ലേലൂയ. വിശ്വസിക്കുവാൻ തയ്യാറാകുന്നവർക്കാണ് രക്ഷ ഉണ്ടാകുന്നത്. യേശു കർത്താവ് എനിക്കായി കാൽവറിയിൽ മരിച്ചു, എൻ്റെ പാപങ്ങൾക്കായി അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. സ്തോത്രം. പിന്നെ അവൻ പാപിയായിരിക്കുകയില്ല. പിന്നെ ആ വ്യക്തി പാപത്തിനടിമയല്ല. സ്തോത്രം. ഹല്ലേലൂയ. നാം വിശ്വസിക്കുവാൻ തയ്യാറാകണം. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 38-39 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നത്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേയാകുന്നു. നാം ആരുടെ കൂട്ടത്തിലാണ്? വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ. വിശ്വസിക്കുകയാണെങ്കിൽ ജീവരക്ഷ പ്രാപിക്കും. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ യാത്ര, പ്രിയമുള്ളവരെ, യേശു കർത്താവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ നിറഞ്ഞുകൊണ്ട്, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ പ്രാപിച്ചിരിക്കുന്നു. യേശു കർത്താവിൻ്റെ നിറവിനാൽ നിറഞ്ഞ വ്യക്തി, ഹല്ലേലൂയ, പിന്മാറുന്നു എങ്കിൽ യേശു കർത്താവിന് അവൻ്റെ ഉള്ളത്തിൽ പ്രസാദമില്ല. സ്തോത്രം. പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ നാം ആയി തീരാതെ വണ്ണം ഇന്ന്, ഹല്ലേലൂയ, ലോക സംഭവങ്ങൾ നോക്കുമ്പോൾ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക്, ലോകത്തിൻ്റെ വശീകരണ ശക്തിയിലേക്ക്, പൈശാചികതയിലേക്ക്, ഹല്ലേലൂയ, ജനത്തെ വലിച്ചഴിക്കുന്ന കാലമാണ്. ഹല്ലേലൂയ. അപ്രകാരമുള്ളതിനെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ, പിന്മാറാതെ വണ്ണം യേശു കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായിത്തീരും. ഹല്ലേലൂയ. യേശു കർത്താവിന് വേണ്ടി നാം നിൽക്കുന്നുവെങ്കിൽ നാം ജീവരക്ഷ, ജീവന്റെ രക്ഷ പ്രാപിച്ചവരുടെ കൂട്ടത്തിലാണ്. ഇല്ല എങ്കിൽ നാം, ഹല്ലേലൂയ, നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലാകും. 2 കൂട്ടരെ പറ്റിയാണ് പറയുന്നത്. യേശു കർത്താവ് അവസാനമായി നിവർത്തിച്ച കാര്യങ്ങൾ 2 കൂട്ടരെ പറ്റി. ഒന്ന്, പിന്മാറുന്നുവെങ്കിൽ നശിക്കുന്നവരുടെ കൂട്ടത്തിലായിത്തീരും. നാശത്തിലേക്ക് പോകുന്നവരെ, നരകത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലായിത്തീരും. വിശ്വസിച്ചാൽ ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായിത്തീരും. പ്രിയമുള്ളവരെ, നാം ഏത് കൂട്ടത്തിലാണ് ഇന്നായിരിക്കുന്നത്? ഒന്ന് ചിന്തിക്കാമോ? ഹല്ലേലൂയ. നമ്മെ തന്നെ ഒന്ന് സ്വയം ചോദന ചെയ്യാമോ? 2025 വർഷങ്ങൾക്ക് മുൻപിട്ട് യേശു കർത്താവ് നമുക്കായി കാൽവറിയിൽ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്നു. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി കാൽവറിയിൽ യാഗമായി തീർന്നു. ഹല്ലേലൂയ. ആ അനുഗ്രഹത്തിലേക്ക്, ആ കൃപയിലേക്ക് നാം കടന്നു വന്നിട്ടുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ആ വിശ്വാസത്താൽ നാം പാപമോചനവും വീണ്ടെടുപ്പും പ്രാപിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇല്ല എങ്കിൽ പ്രിയമുള്ളവരെ, ഇന്നതിനെ നാം പ്രാപിക്കുന്നവരായി തീരണം. സ്തോത്രം. അപ്രകാരം പ്രാപിച്ചുകൊണ്ട് നാം മുന്നേറുമ്പോൾ ആ യേശു കർത്താവിൻ്റെ നിറവിനാൽ കൃപമേൽ കൃപ പ്രാപിക്കുന്നവരായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. കൃപമേൽ കൃപ പ്രാപിച്ചുകൊണ്ട്, ഹല്ലേലൂയ, കൃപമേൽ കൃപ പ്രാപിച്ചാൽ ആൾ മാറിയവരെ പോലെ ആയിത്തീരും. കൃപമേൽ കൃപ പ്രാപിച്ചാൽ, ഹല്ലേലൂയ, മറ്റുള്ളവരെ നിന്ന് വ്യത്യസ്തരായി തീരും.
ഹല്ലേലൂയ. ഇന്ന് നാം മറ്റുള്ളവരെ പോലെയാണോ അതോ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുന്നുവോ? ഹല്ലേലൂയ. നമ്മെ ഒന്ന് ശോധന ചെയ്യണം. മറ്റുള്ളവരെ പോലെയാണെങ്കിൽ അവരിൽ നിന്ന് വ്യത്യസ്തരായി തീരേണ്ടതിന് അല്ല, അവൻ്റെ നിറവിനാൽ നാം നിറയുന്നവരായി തീരണം. കൃപ പ്രാപിച്ചുകൊണ്ട് യേശു കർത്താവിൻ്റെ നിറവിനാൽ നാം നിറയുന്നവരായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ഹല്ലേലൂയ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ പ്രകാരം പറയുന്നത്, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു. ഹല്ലേലൂയ. കൃപ പ്രാപിച്ചപ്പോൾ, കൃപ നമ്മുടെ മേൽ വന്നപ്പോൾ ഹല്ലേലൂയ എന്താണ് ചെയ്തത്? അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങൾ ഞങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തിനെ മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഹല്ലേലൂയ. കൃപ വന്നപ്പോൾ, കൃപ നമ്മുടെ മേൽ വന്നപ്പോൾ, യേശു കർത്താവിൻ്റെ നിറവിനാൽ നിറഞ്ഞപ്പോൾ നാം ആരായി മാറി? നമ്മുടെ അകൃത്യങ്ങളൊക്കെയും മായിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ചു. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ ക്ഷമിക്കുവാൻ കഴിയാത്ത ഒരു കാലത്തിലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. പകരത്തിന് പകരം വീട്ടുക എന്നുള്ള ചിന്തയുമായി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ യേശു കർത്താവ് ഹല്ലേലൂയ നമ്മുടെ അതിക്രമങ്ങളൊക്കെയും ക്ഷമിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തിനെ മായിച്ചു. ഹല്ലേലൂയ. ഒരിക്കലും മാഞ്ഞു പോകാതെ വണ്ണം പാപിയെന്ന് ശപിക്കപ്പെട്ടവരെന്ന് മുദ്ര എഴുതിയ ആ കയ്യെഴുത്തിനെ മായിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് ഏതെങ്കിലും കയ്യെഴുത്തിൽ അകപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, ഏതെങ്കിലും കയ്യെഴുത്തിൽ ഹല്ലേലൂയ മുദ്ര കുത്തിയിരിക്കുന്ന വ്യക്തിയാണോ എന്നെ കേൾക്കുന്നത്? നിങ്ങളുടെ കയ്യെഴുത്തിനെ ഹല്ലേലൂയ മുദ്ര കുത്തിയിരിക്കുന്നത് ആരുടെയെങ്കിലും വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഇവളിനി ഗുണം പിടിക്കുകയില്ല, ഇവൻ നശിച്ചു പോകും എന്നൊക്കെയും പറഞ്ഞ് ഉള്ള മുദ്രകൾ ആരില്ലെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ഇന്ന് മായ്ച്ചു കളയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നേക്കുമായിട്ട് എന്താണ് ചെയ്യേണ്ടത്? യേശു കർത്താവിനെ വിശ്വസിക്കുക ചെയ്യുക. ഹല്ലേലൂയ. യേശു കർത്താവിൽ വിശ്വസിക്കുമ്പോൾ യേശു കർത്താവ് നമ്മളിൽ യേശു കർത്താവിൻ്റെ നിറവിനാൽ നിറയ്ക്കുകയും കൃപമേൽ കൃപ പകരുകയും ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരിൽ മാത്രമേ ദൈവപ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ. വിശ്വസിക്കുന്നവരിൽ മാത്രമേ അത്ഭുതങ്ങൾ നടക്കുകയുള്ളൂ. വിശ്വസിക്കുന്നവരിൽ മാത്രമേ അടയാളങ്ങൾ നടക്കുകയുള്ളൂ. വിശ്വസിക്കുന്നവരിൽ മാത്രമേ ദൈവം പ്രസാദിക്കുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് സ്തോത്രം പറയുവാൻ കഴിയുമോ? ഹല്ലേലൂയ. പിന്നെ എന്താണ്? വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. കൃപമേ ക്രൂശിൽ ഹല്ലേലൂയ കയ്യെഴുത്തിനെ മായിച്ചു, ക്രൂശിൽ തറച്ചു. ഹല്ലേലൂയ നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അതിനുശേഷം വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ഹല്ലേലൂയ വെപ്പിച്ചവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചവെച്ചു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ജയിച്ച് ജയാളിയായതുകൊണ്ടല്ലേ ഇപ്രകാരം ചെയ്തത്? തോറ്റ കർത്താവാണെങ്കിൽ ഇപ്രകാരം ചെയ്യുവാൻ കഴിയുമോ? ഹല്ലേലൂയ. തോറ്റ കർത്താവാണെങ്കിൽ നാം നിന്ന് ഇപ്രകാരം ഇരുന്ന് ഹല്ലേലൂയ വചനം കേൾക്കുമോ? പ്രിയമുള്ളവരെ, ഹല്ലേലൂയ എന്തിനേക്കെയാണ് ഹല്ലേലൂയ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തിനെ മായിച്ചു കളഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കാലത്തും നാം നമ്മുടെ കർത്താവുമായി അടുത്തു വരുവാൻ കഴിയാതെ വണ്ണം ശത്രു നമ്മളിൽ പലവിധമാകുന്ന പോരുകളും പോരാട്ടങ്ങളും ഇട്ട് അകറ്റിക്കളഞ്ഞപ്പോൾ അവിടെ അതിനെ മായ്ച്ചു കളഞ്ഞുകൊണ്ട് ദൈവത്തോടുള്ള നിരപ്പിലേക്ക് കടന്നു വരുവാനായി ദൈവം നമ്മെ സഹായിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ക്രൂശിൽ തറച്ചു. ഹല്ലേലൂയ. നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു വിരോധമായത്, പ്രതികൂലമായത്. ഇന്ന് എവിടെങ്കിലും വിരോധവും പ്രതികൂലമായി നിൽക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ഈ വചനം ഉച്ചരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ വിരോധവും പ്രതികൂലമായതൊക്കെയും മാഞ്ഞു പോകും. എപ്രകാരം ഒരു പേപ്പറിൽ എഴുതിയിട്ട് റബ്ബർ കൊണ്ട് എങ്ങനെ മായ്ക്കുന്നുവോ, എങ്ങനെയാ റബ്ബർ കൊണ്ട് മായ്ക്കുമ്പോൾ അക്ഷരങ്ങൾ മാഞ്ഞു പോകുന്നുവോ, അതുപോലെ ഇനി ഒരിക്കലും തിരികെ വരാതെ വണ്ണം മാഞ്ഞു പോകും. സ്തോത്രം.
ഹല്ലേലൂയ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ഹല്ലേലൂയ. വാഴ്ചയും അധികാരവും ആരാണ് നടത്തുന്നത്? ശത്രുവാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും ഹല്ലേലൂയ ആകാശത്തിലെ ദുഷ്ടാത്മ സേനയോടുമാണ് പോരാട്ടമുള്ളത്. ഹല്ലേലൂയ. സാധാരണ പോരാട്ടമല്ല, മല്ലയുദ്ധമാണ് നമുക്കുള്ളതെന്ന് നാം അറിയണം. സ്തോത്രം. ഹല്ലേലൂയ. ആ ശത്രുവിനെയാണ് കാൽവരി ക്രൂശിൽ ആയുധവർഗം വെപ്പിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി പരസ്യമായി കാഴ്ചവെച്ചു. ഹല്ലേലൂയ. മരിച്ച് ഹല്ലേലൂയ ശത്രുവിധി എഴുതി കാൽവറി ക്രൂശിൽ ഹല്ലേലൂയ എല്ലാം നിവർത്തിയായെന്ന് പറഞ്ഞ് പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഇനി ഒരിക്കലും പുറത്തു വരികയില്ല, തീർന്നു. ഹല്ലേലൂയ. ഈ അവസാനിച്ചു. ഹല്ലേലൂയ. ശത്രുവിധി എഴുതി. ഹല്ലേലൂയ. ഇനി ഹല്ലേലൂയ മുന്നോട്ട് വരികയില്ല, അവസാനിച്ചു എന്ന് ശത്രുവിധി എഴുതിയെടുത്ത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ, മരണത്തിന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ഹല്ലേലൂയ ശത്രു ഹല്ലേലൂയ ഇനി ജീവിക്കയില്ല എന്നെഴുതിയ ആ വിധിയെ, ആ ഹല്ലേലൂയ സീലിനെ പൊട്ടിച്ചുകൊണ്ട് യേശു കർത്താവ് ഹല്ലേലൂയ പുറത്തു വന്നു. ഹല്ലേലൂയ. നമ്മെ ഓരോരുത്തരെയും ഹല്ലേലൂയ ഒന്ന് പുതുതാക്കുവാൻ, പുനരുത്ഥാനത്തിൻ്റെ ആ ശക്തിയാൽ നിറയ്ക്കുവാൻ, കൃപമേൽ കൃപ പകർന്നുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാ കയ്യെഴുത്തുകളെയും മായ്ച്ചു കളഞ്ഞുകൊണ്ട് ഹല്ലേലൂയ നമ്മെ ഒന്ന് പുതുതാക്കി തീർക്കുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ അതുകൊണ്ടാണ് പറയുന്നത്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്: കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹനിമിത്തം. എപ്രകാരമാണ് സ്നേഹിച്ചത്? മഹാസ്നേഹം, അവസാനത്തുള്ളി രക്തം വരെ നമുക്കായി ഊറ്റിത്തന്ന് സ്നേഹിച്ച ആ മഹാസ്നേഹനിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. നാം എവിടെയായിരുന്നു? പാപത്തിൽ മരിച്ചവർ, അതിക്രമത്തിൽ മരിച്ചവരായിരുന്നു. എന്നാൽ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. എന്തിനെ? സ്വർഗീയ സ്ഥാനത്തിരുത്തുവാൻ, സ്വർഗീയ അനുഗ്രഹത്താൽ നിറയ്ക്കുവാൻ. ഹല്ലേലൂയ. നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ഹല്ലേലൂയ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ സ്വർഗീയ നന്മകളാൽ നിറയപ്പെടുവാൻ, സ്വർഗീയമായതിനു വേണ്ടി നോക്കുവാൻ, സ്വർഗീയമായതിനെ പ്രാപിക്കുവാൻ, ആ നിത്യതയെ പ്രാപിച്ചുകൊണ്ട് ഒരിക്കലും നഷ്ടപ്പെടാത്ത നിത്യതയെ പ്രാപിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്വർഗീയമായ സമാധാനത്താൽ, സ്വർഗീയ സന്തോഷത്താൽ നിറഞ്ഞ ജീവിതം ജീവിപ്പാനാണ് കർത്താവ് ഹല്ലേലൂയ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ ഹല്ലേലൂയ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ. ഹല്ലേലൂയ. ഭൂമിയിലുള്ളത് അന്വേഷിച്ചാൽ നാം ഭൂമിയിലുള്ളവരായി തീരും. എന്നാൽ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഉയരത്തിലുള്ളതിനെ നാം അന്വേഷിച്ചു കൊണ്ടാണ് മുന്നേറുന്നതെങ്കിൽ ഹല്ലേലൂയ ഉയരത്തിലുള്ളതിന് വേണ്ടി നോക്കി പാർത്ത് ഉയരത്തിൽ നാം എത്തുന്നവരായി തീരും. സ്തോത്രം. ഉയരത്തിലെത്തണമോ? ഉയരത്തിലുള്ളതിനെ അന്വേഷിക്കണം. ഹല്ലേലൂയ. നമുക്ക് ജീവിക്കേണ്ടത് ഭൂമിയിലാണ്. എന്നാൽ ഭൂമിയിലുള്ളതിനെ അല്ല നാം അന്വേഷിക്കേണ്ടത്, നാം ഉയരത്തിലുള്ളതിനെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ഹല്ലേലൂയ അത് കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം, ആ സ്നേഹം വെളിപ്പെടുത്തിയത് കാൽവറിയിലാണ്. ഇന്ന് നാം ഹല്ലേലൂയ ജീവിക്കുന്ന സകല നന്മകളോടും അനുഗ്രഹങ്ങളോടും കൂടെ ജീവിക്കുന്നുവെങ്കിൽ കാൽവരി ക്രൂശിൽ യേശു കർത്താവ് നമ്മെ സ്നേഹിച്ചതിൻ്റെ പരിണാമമാണ്. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് സ്തോത്രം പറയുവാൻ കഴിയും? ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ കർത്താവ് ഹല്ലേലൂയ എഫെസ്യർ 4-7 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നേ: എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിൻ്റെ ദാനത്തിന് അളവിന് ഒത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് എന്താണ് ലഭിച്ചിരിക്കുന്നത്? കൃപയാണ് ലഭിച്ചിരിക്കുന്നത്. നാം ഇന്ന് ജീവിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാണ്. ഇല്ലായിരുന്നുവെങ്കിൽ എന്നേ ഈ ഭൂമിയിൽ നിന്ന് നാം മാറ്റപ്പെട്ടു പോയേനെ.
സ്തോത്രം. എന്നേ ശത്രു നമ്മെ ഹല്ലേലൂയ കീഴടക്കിയേനെ, എന്നാൽ ഹല്ലേലൂയ അതിനവസരം തരാതെ വണ്ണം ഹല്ലേലൂയ നാം ഹല്ലേലൂയ യേശു കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതിനാൽ കൃപയാലാണ് നാം ജീവിക്കുന്നത്. നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിൻ്റെ ദാനത്തിന് തക്കവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. പലപ്പോഴും നാം പറയാറില്ലേ, എനിക്കൊന്നും ലഭിച്ചിട്ടില്ല. അല്ല, അങ്ങനെയല്ല. നമുക്ക് ക്രിസ്തുവിൻ്റെ ദാനത്തിന് ഒത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അതിനെ നാം അറിയണം. നമ്മുടെ കർത്താവ് ആരാണ്? ആദിയിലുള്ളവൻ. ഹല്ലേലൂയ. അനാദി കാലങ്ങൾക്ക് മുൻപേ തലമുറകൾക്ക് മറഞ്ഞിരുന്നതിനെ വെളിപ്പെടുത്തി തന്നവനാണ്. ഇന്ന് നമ്മെ സ്നേഹിക്കുന്ന യേശു കർത്താവ് ആരെന്ന് നന്നായി അറിയണം പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ആ യേശു കർത്താവിനെ അറിയണമോ? ഒന്നുകൂടെ യേശു കർത്താവുമായുള്ള അടുപ്പത്തിലേക്ക് കടന്നു വരണം. ഒന്നുകൂടെ യേശു കർത്താവുമായുള്ള സ്നേഹത്തിലേക്ക് കടന്നു വരണം. എങ്കിൽ മാത്രമേ നമുക്ക് യേശു കർത്താവിനെ നന്നായി അറിയുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. എത്രയധികം ഈ ലോകത്തിലെ മനുഷ്യരെ സ്നേഹിച്ചാൽ ആ സ്നേഹത്തിന് ഒരു പരിധിയുണ്ട്. ഹല്ലേലൂയ. അവസാനം സ്നേഹം നമ്മെ വഞ്ചിക്കുന്നതായി തീരും. എന്നാൽ യേശു കർത്താവിനെ എത്രയധികം സ്നേഹിക്കുന്നു, അത്രയധികം നമ്മെ സ്നേഹിക്കുകയെ നമുക്ക് വേണ്ടി കരുതലുകൾ വെളിപ്പെടുത്തുകയും സ്വർഗീയ ദാനങ്ങളാൽ ഹല്ലേലൂയ നിറയ്ക്കുകയും ചെയ്യുന്ന യേശു കർത്താവിനെ സ്നേഹിക്കുന്നതിനനുസരിച്ച് യേശു കർത്താവ് തൻ്റെ സ്നേഹത്തെ നമുക്ക് വേണ്ടി പ്രദർശിപ്പിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. അത് കൃപാവരങ്ങളായി ഹല്ലേലൂയ മറ്റാർക്കും ലഭിക്കാത്ത ഭാഗ്യ പദവിയായി, മറ്റാർക്കുമില്ലാത്ത ദാനങ്ങളായി ഹല്ലേലൂയ ആ സ്നേഹത്തിൽ ഹല്ലേലൂയ അത് നമ്മളിലേക്ക് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. സ്തോത്രം. പലരും ഹല്ലേലൂയ പറയുകയില്ലേ, യേശു കർത്താവിനെ സ്നേഹിച്ചതിനാൽ ഹല്ലേലൂയ ഇന്ന് അവൾ ആരായിത്തീർന്നു, അവൻ ആരായിത്തീർന്നു. കാരണമെന്തേ? ഹല്ലേലൂയ നമ്മുടെ യേശു കർത്താവ് ഹല്ലേലൂയ സ്നേഹിക്കുന്നവരെ കൈവിടാത്തവനാണ്, സ്നേഹിക്കുന്നവരെ ഉപേക്ഷിക്കാത്തവനാണ്. ആ ഹല്ലേലൂയ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്നേഹം പകരം കൊടുക്കുന്നവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. എത്ര സ്നേഹിച്ചാലും, എത്ര ഹല്ലേലൂയ യേശു കർത്താവിന് വേണ്ടി നിന്നാലും അത് കുറവേ ഉള്ളൂ. ഹല്ലേലൂയ. അതിനാൽ ആഴത്തിലുള്ള സ്നേഹത്തിലേക്ക് നാം കടന്നു വരണം. സ്തോത്രം. ഹല്ലേലൂയ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുക. യേശു കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്? വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും ഹല്ലേലൂയ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. ഹല്ലേലൂയ. നോക്കണമേ, നാം ആരായിരുന്നു? ഹല്ലേലൂയ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച്. ഇരുട്ടിൻ്റെ അധികാരമെന്ന് പറഞ്ഞാൽ സാത്താൻ്റെ വശത്തിലായിരുന്നു. ഹല്ലേലൂയ. ഒരിക്കലും സാത്താൻ്റെ പിടിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ കഴിയാത്ത ആ അവസ്ഥയിലായിരുന്നവരെ ഹല്ലേലൂയ വിശുദ്ധന്മാർക്കുള്ള വെളിച്ചത്തുള്ള അവകാശം പ്രാപ്തരാക്കേണ്ടതിന്, ആ അവകാശത്തെ പ്രാപിക്കേണ്ടതിന്, അവകാശം ആരാണ്? യേശു കർത്താവ്. അതിനെ പ്രാപിക്കേണ്ടതിന് നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്, സാത്താന്യ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. എത്ര പേർ വിശ്വസിക്കും? സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എവിടെയാണ് ആക്കിയത്? സ്നേഹസ്വരൂപനായ ഹല്ലേലൂയ സ്തോത്രം സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ. ഹല്ലേലൂയ. സ്നേഹസ്വരൂപനായ പുത്രനാണ് നമ്മുടെ യേശു കർത്താവ്. അതാണ് എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞത്, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. ഹല്ലേലൂയ. മനുഷ്യർക്ക് സ്നേഹിക്കുവാൻ കഴിയുമോ ഇപ്രകാരം? ഇല്ല. ഹല്ലേലൂയ. നമുക്കാർക്കും ഇപ്രകാരം സ്നേഹിക്കുവാൻ കഴിയുകയില്ല. അത് യേശു കർത്താവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് നാം യേശു കർത്താവിനെ അറിയുവാൻ കാരണമായി തീർന്നത്. തലമുറകൾക്കും ആദ്യകാലങ്ങൾക്കും മറഞ്ഞിരുന്ന ആ മർമ്മത്തെയാണ് കർത്താവ് നമുക്ക് വേണ്ടി വെളിപ്പെടുത്തിയത്. ഇന്നും നാം അത് തിരിച്ചറിയണം. യേശു കർത്താവ് ആരാണെന്നുള്ള തിരിച്ചറിവുകളിൽ നാം നിലനിൽക്കണം. യേശു കർത്താവ് നമുക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് ഹല്ലേലൂയ നാം മനസ്സിലാക്കിക്കൊണ്ട് ഹല്ലേലൂയ അതിൽ മുന്നേറുമ്പോൾ കൃപമേൽ കൃപ പ്രാപിക്കും. യേശു കർത്താവിൻ്റെ നിറവിനാലുള്ള നിറവ് പ്രാപിക്കും. ഹല്ലേലൂയ.
അല്ലെങ്കിൽ ഇന്ന് അനേകർക്ക് പ്രാപിക്കുവാൻ കഴിയാത്ത ഒന്നാണ് യേശു കർത്താവിൻ്റെ നിറവ്, അതോടൊപ്പം തന്നെ കൃപമേൽ കൃപ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നാം മുന്നോട്ട് വായിക്കുമ്പോൾ ഹല്ലേലൂയ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ യേശു കർത്താവിൻ്റെ ഗുണത്തെക്കുറിച്ച് പറയുന്നത്, അവൻ യേശു കർത്താവ് അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്തോത്രം. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരം അവനായിട്ടും സകലവും സൃഷ്ടിച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നോക്കണമേ, ഹല്ലേലൂയ. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ. ഹല്ലേലൂയ. സർവ സൃഷ്ടിക്കും ആദ്യജാതൻ. ഹല്ലേലൂയ. സർവ സൃഷ്ടിക്കും. അന്നേരം ഈ ലോകം ഉണ്ടാകുന്നതിന് മുൻപേ, സകലവും ഉണ്ടാകുന്നതിന് മുൻപേ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അവിടെയും യേശു കർത്താവ് ഉണ്ടായിരുന്നു. വെള്ളത്തിന്മീതെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു എന്ന് പറയുമ്പോൾ അവിടെയും യേശു കർത്താവ് ഹല്ലേലൂയ സകലത്തിനും ആദ്യജാതനായി. സ്തോത്രം. ഹല്ലേലൂയ. ആ കർത്താവാണ് ഇന്ന് നമ്മളിൽ വസിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അത് ഹല്ലേലൂയ പൈശാചികന് വസിക്കുവാനുള്ളതല്ല, രോഗത്തിന് വസിക്കുവാനുള്ളതല്ല, ടെൻഷന് വസിക്കുവാനുള്ളതല്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആലയമാകുമ്പോൾ അവിടെ ഹല്ലേലൂയ ദൈവമാണ് വസിക്കുന്നത്. അപ്രകാരമെങ്കിൽ ഇന്ന് നാം ചിന്തിച്ചു നോക്കുക, നമ്മുടെ ശരീരത്തിൽ ആരാണ് വസിക്കുന്നതെന്ന്. ഹല്ലേലൂയ. അതെ, ഹല്ലേലൂയ. സകലവും നിവർത്തിയായി എന്ന് പറയുമ്പോൾ നമ്മളിൽ യേശു കർത്താവ് സകലതും നിവർത്തിയായോ? ഇല്ല എങ്കിൽ ഇന്നൊരു തീരുമാനമെടുക്കണം. എനിക്ക് ഹല്ലേലൂയ യേശു കർത്താവ് സകലവും നിവർത്തിയായി എന്ന് പറഞ്ഞുവെങ്കിൽ അത് എന്നിൽ നിവർത്തിയാകണം. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നാം മുന്നോട്ട് വായിക്കുമ്പോൾ ഹല്ലേലൂയ, അവൻ സർവത്തിനും മുൻപേ ഉള്ളവൻ. യേശു കർത്താവ് ഹല്ലേലൂയ ഇന്നലെ ഉള്ളവനല്ല, സർവത്തിനും മുൻപേ ഉള്ളവൻ. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. ഹല്ലേലൂയ. വെളിപ്പെട്ടതെവിടെ? അവൻ സഭയെന്ന ശരീരത്തിൻ്റെ തലയാകുന്നു. ഹല്ലേലൂയ. നാം ആരാണ്? യേശു കർത്താവിൻ്റെ സഭ. സഭയാകുമ്പോൾ മണവാട്ടി. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവ് ഹല്ലേലൂയ മധ്യാകാശത്തിൽ ഹല്ലേലൂയ നമ്മെ ഓരോരുത്തരെയും ഹല്ലേലൂയ ഹല്ലേലൂയ എടുക്കപ്പെടുവാനായിട്ട് കടന്നു വരുമ്പോൾ നാം യേശു കർത്താവിനോടൊപ്പം പോകണമോ? യേശു കർത്താവ് രണ്ടാമതായി നമ്മെ ചേർക്കുവാനായി വരുമ്പോൾ നമുക്ക് പോകണമോ? നാം സഭയാകുന്ന മണവാട്ടിയായി തീരണം. ഹല്ലേലൂയ. യേശു കർത്താവ് സഭയുടെ തലയാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ, ഇവിടെ മുന്നോട്ട് പോകുമ്പോൾ ഇപ്രകാരം പറയുന്നത്, സകലത്തിലും താൻ മുൻപാകേണ്ടതിനെ അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ അവനിൽ ഹല്ലേലൂയ ഇപ്രകാരമുള്ള ഹല്ലേലൂയ ഗുണഗണങ്ങളാൽ നിറഞ്ഞ യേശു കർത്താവിൽ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെ അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി. സ്തോത്രം. ഹല്ലേലൂയ. സകലതും നിവർത്തിക്കുവാൻ പിതാവിന് പ്രസാദം തോന്നിയതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഇന്ന് നാം യേശു കർത്താവിനെ ആരാധിക്കുന്നത്. ഇന്ന് നാം യേശു കർത്താവിനെ കുറിച്ച് ഹല്ലേലൂയ പാടുന്നത്. ഇന്ന് നാം യേശു കർത്താവിനെ കുറിച്ച് പറയുന്നത്. ഇപ്രകാരം ഓൺലൈൻ കൺവെൻഷൻ നടത്തുവാൻ കാരണമെന്തേ? ഹല്ലേലൂയ യേശു കർത്താവാണ്. പിതാവിന് പ്രസാദം തോന്നിയത് കൊണ്ടാണ് നാം ഇപ്രകാരം ഇരുന്ന് വചനം കേൾക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ പിതാവിന് ഹല്ലേലൂയ പ്രസാദം തോന്നിയെങ്കിൽ നാം ഓരോരുത്തരും പിതാവിൻ്റെ പ്രസാദമുള്ളവരായി തീരണം. അതാണ് മുൻപേ ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു, പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിൽ
അവനിൽ പ്രസാദമില്ല. ദൈവത്തിന് നമ്മോട് പ്രസാദമുണ്ടാകണമോ? നാം ദൈവത്തിൽ വിശ്വസിക്കുന്നവരാകണം. സ്തോത്രം. ഹല്ലേലൂയ. നാം നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലാകരുത്. ഇത്ര വലിയ രക്ഷയെ നാം അവഗണിക്കാതെ വേണം. ഹല്ലേലൂയ. ഈ രക്ഷയെ കരസ്ഥമാക്കിക്കൊണ്ട് ഹല്ലേലൂയ യേശു കർത്താവ് രണ്ടാമത് ഹല്ലേലൂയ മധ്യാകാശത്തിൽ വരുമ്പോൾ, നമ്മെ ചേർക്കുവാനായി വരുമ്പോൾ, നാമും ഹല്ലേലൂയ യേശു കർത്താവിനോടൊപ്പമായി തീരണം. അതോടൊപ്പം തന്നെ യേശു കർത്താവ് നമുക്കായി സ്ഥലമൊരുക്കുവാൻ പോയവനാണ്. ഹല്ലേലൂയ. സ്ഥലമൊരുക്കി കഴിയുമ്പോൾ നമ്മെ ചേർക്കുവാൻ വരും. ഹല്ലേലൂയ. നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആ ഭവനത്തിൽ എത്തിച്ചേരണമോ? നാം യേശു കർത്താവിനോടൊപ്പം വസിക്കണമോ? യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കണം. ഹല്ലേലൂയ. നമ്മോട് പിതാവിന് പ്രസാദം തോന്നണം. ഹല്ലേലൂയ. നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലാണോ? പിതാവ് പ്രസാദിക്കുകയില്ല. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണോ? പിതാവിന് പ്രസാദം തോന്നും. നാം ഏത് കൂട്ടത്തിലാണ്? നമുക്കായി സകലതും നിർവഹിച്ച കർത്താവാണ്. ഹല്ലേലൂയ. വിശ്വാസത്താൽ നാം അതിനെ പ്രാപിക്കുന്നവരായി തീരണം. സകലവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് സകലവും എന്ന് പറയുമ്പോൾ, എൻ്റെ രോഗസൗഖ്യം, ഹല്ലേലൂയ, എൻ്റെ ഹല്ലേലൂയ വീണ്ടെടുപ്പ്, എൻ്റെ പാപമോചന, എൻ്റെ ശാപത്തിൽ നിന്ന് മോചന, എന്നെ ഹല്ലേലൂയ അങ്ങനെ എൻ്റെ ഹല്ലേലൂയ ആത്മീക വർധന, എൻ്റെ ഭൗതിക വർധനവ്, ഹല്ലേലൂയ എൻ്റെ കുടുംബത്തിൽ അനുഗ്രഹം, എൻ്റെ തലമുറകളുടെ അനുഗ്രഹം, എന്തെല്ലാം എഴുതി ചേർക്കാമോ അതെല്ലാം എഴുതി ചേർത്തുകൊണ്ട് പറയാമോ? ഇതെല്ലാം നിവർത്തീകരിപ്പാനാണ് യേശു കർത്താവ് കാൽവരിയിൽ എനിക്കായി യാഗമായി തീർന്നത്. സ്തോത്രം. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? വിശ്വസിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ആത്യന്ത ശക്തി വ്യാപരിക്കും. അത് ഹല്ലേലൂയ ഇന്ന് രോഗസൗഖ്യമായിട്ടാകാം, ശാപമുക്തിയായിട്ടാകാം. ഹല്ലേലൂയ. നിങ്ങളെ പ്രകാരം ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നു ഈ വചനത്തെ, അപ്രകാരം ദൈവം നമ്മളിൽ നിവർത്തിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിതാവിന് പ്രസാദമായി. ഹല്ലേലൂയ. പിതാവിന് പ്രസാദമാകുവാൻ നമുക്ക് വേണ്ടി ഏകജാതനായ പുത്രനെ കാൽവറിയിൽ യാഗമാക്കി. ഹല്ലേലൂയ. ഇന്ന് നാം കൃപയാൽ മുന്നേറുവാൻ, അനുഗ്രഹത്താൽ മുന്നേറുവാൻ, ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകള്, ഭാരങ്ങളെയെല്ലാം ഹല്ലേലൂയ അതിൽ നിന്നുള്ള വിടുതലിനെ പ്രാപിപ്പാൻ. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് ഒന്ന് യേശു കർത്താവിനോടുള്ള ബന്ധത്തിലായി തീരുവാൻ കഴിയും? ഹല്ലേലൂയ. കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കൃപമേൽ കൃപ പ്രാപിപ്പാൻ, യേശു കർത്താവിൻ്റെ നിറവിനാൽ നിറയുവാൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നമ്മുടെ സഹായത്തിനായി അയച്ചുവെങ്കിൽ ആ സഹായത്താൽ നമുക്ക് നിറയപ്പെടുവാൻ ഒന്ന് ദൈവകരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിക്കാമോ? ഹല്ലേലൂയ. അല്പസമയം നാം വചനം കേട്ടുവെങ്കിൽ ഇന്ന് നാം ഒന്ന് വ്യത്യസ്തരായി തീരണം. ഹല്ലേലൂയ. ഇന്ന് നാം ഒന്ന് രക്ഷ പ്രാപിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ആർക്ക് ലഭിക്കാത്ത ഭാഗ്യപദവിയെ പ്രാപിച്ചുകൊണ്ട് മുന്നേറുവാൻ നമ്മെ തന്നെ ഏൽപ്പിക്കാം. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, മനോഹരമായ നല്ല ഈ വൈകിയ സന്ധ്യയുടെ യാമത്തിനായി സ്തുതിക്കുന്ന കർത്താവേ, അല്പസമയം അങ്ങയുടെ പാദപീഠത്തിൽ ഇരിപ്പാൻ അങ്ങ് അടിയങ്ങൾക്ക് വേണ്ടി ചെയ്തതായ അടിയങ്ങളുടെ സമാധാനത്തിനാലുള്ള ശിക്ഷ അങ്ങ് ഏറ്റെടുത്തു. അടിപ്പിണറുകളാലുള്ള സൗഖ്യം അടിയങ്ങൾക്ക് നൽകി. അതിക്രമങ്ങളാൽ മുറിവേറ്റു, അകൃത്യങ്ങളാൽ തകർന്നു. അടിയങ്ങൾക്ക് വേണ്ടിയപ്പാ, അടിയങ്ങളത് വിശ്വസിക്കുന്നു, അടിയങ്ങളതിനെ ഏറ്റെടുക്കുന്നപ്പാ. ഹല്ലേലൂയ. അടിയങ്ങൾക്ക് ഹല്ലേലൂയ ഈ ദിവസങ്ങൾ സമാധാനത്താൽ നിറയ്ക്കണ, രോഗസൗഖ്യത്താൽ നിറയ്ക്കണ, പാപമോചനത്താൽ നിറയ്ക്കണ, നിത്യതയ്ക്കായി ഒരുക്കണം കർത്താവെ. ശത്രുവിന്റെ പിടിയിൽ അകപ്പെടാതെ വണ്ണം വാഴ്ചകളിൽ നിന്നും അധികാരങ്ങളിൽ നിന്നും വിടുവിച്ച് ഹല്ലേലൂയ അങ്ങയോടുള്ള ആ നിരപ്പിൽ, അങ്ങയോടുള്ള നിറവിൽ മുന്നേറുവാൻ ഓരോ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്നവരെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ രോഗസൗഖ്യം ഓരോ മക്കളുടെ മേലും കടന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി ഓരോരുത്തരുടെ മേലും വെളിപ്പെട്ടു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. അസാധാരണമായ ദൈവപ്രവൃത്തികളാൽ നിറയ്ക്കണം. വരും ദിവസങ്ങളിൽ ഈ പേജിൽ ഒരു സാക്ഷ്യമായി തീരത്തക്ക നിലയിൽ അനേകരെ അവിടുന്ന് ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന മക്കളുടെ മേലുള്ള ഭാരങ്ങൾ, വ്യാധികൾ,
സകലത് യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. വലിയ വിടുതലുകൾ സംഭവിച്ചിരിക്കാതെ സ്തുതിക്കുന്നു, അപ്രകാരം ചെയ്തിരിക്കാതെ വാഴ്ത്തുന്നു. കർത്തൃദാസിയെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെ അവിടുത്തെ കരങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ. വരും ദിവസങ്ങൾ നടക്കുന്ന എല്ലാ ഓൺലൈൻ കൺവെൻഷനുകളെയും അവിടുത്തെ കരങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം. പ്രാർത്ഥനയായിട്ടിരിക്കാതെ സ്തുതിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. എത്ര പേർക്ക് പറയുവാൻ കഴിയും? ആമേൻ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിച്ചിരിക്കുന്ന ആ ദൈവത്തിൻ്റെ ശക്തിയെ, ആ ദൈവപ്രവൃത്തിയെ സ്വീകരിച്ചുകൊണ്ട് സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ഹല്ലേലൂയ മുന്നേറാം. എല്ലാം കാൽവറി ക്രൂശിൽ നിറവേറ്റി എന്ന് യേശു കർത്താവ് പറഞ്ഞുവെങ്കിൽ അത് നാം ഓരോരുത്തരുടെ ജീവിതത്തിൽ, ഓരോരുത്തരുടെ ഭവനത്തിൽ അത് നിറവേറുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. സ്തോത്രം.